നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന തീവണ്ടി അപകടങ്ങളും ചരക്ക് കപ്പൽ നിന്ന് കത്തുന്നു, മുങ്ങിപ്പോകുന്നു. ഇപ്പോൾ ഫ്ലൈറ്റ് ആക്രമണങ്ങൾ. ഒരാളു മാത്രം അതിസാഹസികമാം വിധം രക്ഷപ്പെടുന്നു. എല്ലാരും പറയുന്നു അയാളുടെ പേര് ഒരു മുസ്ലിമിന്റെ പേരായിരുന്നെങ്കിൽ തീർന്നേനെ. ഒന്നും തീരാനില്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലാത്ത വസ്തുതകളൊന്നും അല്ലല്ലോ. എന്തുകൊണ്ടാണ് മുസ്ലിമിന്റെ പേരാണെങ്കിൽ അങ്ങനെ മറ്റുള്ളവർക്ക് പറയേണ്ടി വരുന്നത്? അത്രമാത്രം നിഷ്കളങ്കരൊന്നും അല്ലല്ലോ. ലോകത്ത് നടക്കുന്ന സകലമാന ഭീകരാക്രമണങ്ങളിലും തീവ്രവാദാക്രമണങ്ങളിലും സ്ഫോടന പരമ്പരകളിലുമൊക്കെ എന്തുകൊണ്ടാണ് ഞമ്മന്റെ പേര് നിറഞ്ഞു നിൽക്കുന്നത്? അതുകൊണ്ടാണല്ലോ മറ്റുള്ളവർ എടുത്ത് വിമർശിക്കുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അതാരും പറയാൻ പാടില്ല. KT ജലീൽ പറഞ്ഞപ്പോ നിങ്ങൾ എന്താ തുള്ളിമറിയാത്തത്? ലഹരികളിൽ പിടിക്കപ്പെടുന്ന 99% ആളുകളും മുസ്ലിങ്ങളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? മയക്കുമരുന്ന് വേട്ട നമ്മൾ കണ്ടില്ലേ? ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് പിടിക്കപ്പെട്ടത്. അപ്പൊ നിങ്ങളാരും പറഞ്ഞില്ലല്ലോ അയ്യോ മുസ്ലിങ്ങളെ വേട്ടയാടുന്നു KT ജലീൽ എന്താ പറയാത്തത്? അപ്പോൾ നമ്മുടെ ആളുകളുണ്ട്. എന്തായിരുന്നാലും ഈ വിമാന അപകടത്തിന് പിന്നിൽ തുർക്കിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം തുർക്കിയാണ് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തത്. എന്ത് വിശ്വസിച്ചിട്ടാണോ എന്തോ തുർക്കിയൊക്കെ ഏൽപ്പിച്ചത്? ഒന്നത്. രണ്ടാമത്തെ കാര്യം, ആര്യൻ എന്ന 16-കാരനാണ്. അവൻ പകർത്തിയ വിഷ്വലാണ് ഗ്ലോബലൈസ്ഡ് ആയിട്ട് പോയത്. അതിനു മുമ്പ് അവൻ അങ്ങനത്തെ വിഷ്വൽ പകർത്തിയിട്ടുണ്ടോ? എന്തിനാണ് അവൻ അത് പകർത്തിയതിനു ശേഷം അവന്റെ ചേച്ചിക്ക് ഇട്ടുകൊടുത്തത്? എന്തിനാണ് അവൻ താമസം മാറിയത്? എന്തിനാണ് അവൻ മീഡിയകളെ ഭയന്നത്? വാർത്തകളെയും മറ്റുള്ളവർ തന്റെ മുഖം കാണുന്നതിനെയും ആര്യനും ആര്യന്റെ പിതാവും ഭയന്നത് എന്തിനാണ്? ആ വീട് വിട്ടവര് നാട് വിട്ട് പോയത് എന്തിനാണ്? 17-കാരൻ 16-കാരൻ 16 17 പറയപ്പെടുന്നു. എന്തിനാണ് അവിടെ വന്ന് വാടകയ്ക്ക് താമസിച്ചത്? കുറച്ച് ദിവസമായോ അതോ ഏതാനും മണിക്കൂറുകളായോ താമസിച്ചത് എന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നു. നമുക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ. അതുകൊണ്ട് അത് അതിന്റെ വഴിക്ക് വിട്ടു. അപ്പോൾ ഈ വിമാനത്തിന്റെ വിഷ്വൽ പകർത്താൻ വേണ്ടിയിട്ട് മാത്രമാണോ ആര്യൻ ടെറസിന്റെ മുകളിലേക്ക് കയറിയത്? വേറെ ഏതെങ്കിലും വിമാനത്തിന്റെ ദൃശ്യങ്ങൾ ഇതിനു മുമ്പ് ആര്യൻ പകർത്തിയതായിട്ട് എങ്ങും കേട്ടുകേൾവിയില്ല. ഇതുപോലെ കൗതുകകരമായിട്ടുള്ള വിഷ്വൽസ് കാണുമ്പോൾ പകർത്തിയെടുത്ത് മീഡിയയിൽ ഇടുന്ന ആളാണോ? ഇത് സൂക്ഷിക്കുന്ന വ്യക്തിയാണോ ആര്യൻ? ആര്യൻ അങ്ങനത്തെ ഒരു ക്രേസ് ഉണ്ടോ? ഉള്ളതായിട്ട് എങ്ങും റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടിട്ടില്ല. അതും അടിവരയിട്ട് വായിക്കണം. അങ്ങനെ വരുമ്പോൾ എല്ലാം സംശയങ്ങളാണ്. ഒരുപാട് ദുരൂഹതകളാണ്. അതുപോലെയാണ് വിശ്വാസ് കുമാർ രമേശ്. നോക്കണം, അവന്റെ അനുജനും അതിനകത്തുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഞാന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ചുറ്റിനും ശവങ്ങളാണ് കുമിഞ്ഞുകൂടി കിടക്കുന്നത്. എല്ലാം കത്തിക്കരിഞ്ഞ രൂപത്തിലായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളർത്തുന്ന ഒരു പക്ഷി ചത്തുപോയാൽ പോലും അതിന്റെ ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടാകും നമുക്ക്. ഒരു ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്ന 274ഓളം ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ട് അതിന്റെ ഇടയ്ക്ക് നിന്ന് ഒരു കൂസലുമില്ലാതെ നടന്നു വരുമ്പോൾ അയാൾ ഫോൺ ചെയ്യുന്നു, അയാളുടെ അനുജൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. യാതൊരു ചലനവുമില്ല. ഇത്രയും ആളുകളുടെ മരണം തൊട്ടു മുമ്പിൽ കണ്ടതിന്റെ ഒരു ഭയ ആശങ്കകളും വിശ്വാസ് കുമാർ രമേശിന്റെ മുഖത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ ആ ഒരു വിഷ്വൽ, ആ മൊമെന്റുകളെല്ലാം വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പലരും പറയുന്നു അയാൾ ഫ്ലൈറ്റിൽ ഇരുന്നപ്പോൾ ഇട്ടിരുന്നത് ഷർട്ടാണ്, താഴെ വന്നപ്പോൾ എങ്ങനെയാണ് അയാളുടെ ടീഷർട്ട് ആയത്, അയാൾ ഫ്ലൈറ്റിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അങ്ങനെ ഒരുപാട് ആശങ്കകൾ പലരും പങ്കുവെക്കുന്നുണ്ട്. ഒരു ഫ്ലൈറ്റ് അപകടത്തിൽപ്പെടുമ്പോൾ എമർജൻസി വാതിൽ ബലമായി തുറന്നിട്ടാണ് താൻ രക്ഷപ്പെട്ടത് എന്ന് പറയുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. എമർജൻസി വാതിൽ അങ്ങനെ ആര് പിടിച്ചാലും തുറക്കാൻ പറ്റുന്നതല്ല എന്ന് അതിനകത്തുള്ള ജീവനക്കാർ തന്നെ രേഖപ്പെടുത്തുന്നു. അതിൽ നിന്നും പാകിസ്ഥാനിലേക്ക് തുരുതുരെ കോളുകൾ പോയി എന്ന് പറയുന്നു. കോളുകൾ പോയത് 45 സെക്കൻഡ്, 10 സെക്കൻഡ്, 47 സെക്കൻഡ്, 30 സെക്കൻഡ് എന്നൊക്കെയുള്ള തോതിൽ ഒരുപാട് ഫോൺ കോളുകൾ പോയി എന്ന് പറയുന്നു. ആരോട്? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഈ അപകടങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ജാഗ്രത പാലിക്കേണ്ടതുണ്ടോ? ആരെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടോ? നോക്കാം. വിമാനം അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അഹമ്മദാബാദിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട്. മരണപ്പെട്ടവരുടെ ആത്മാവിന് വേണ്ടി, അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്നൊരു അപകടങ്ങളുടെ ഒരു പരിശോധന നടത്തിയാൽ കേരള തീരങ്ങളോട് ചേർന്ന് 2 കപ്പലുകൾ അപകടത്തിൽപ്പെട്ടു. ഒരു കപ്പൽ ഏതാണ്ട് പൂർണ്ണമായി മുങ്ങിയ അവസ്ഥയിലേക്ക് പോയി. തീപിടുത്തമുണ്ടായി. ഇത് നമ്മളെ വളരെയധികം ബാധിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇപ്പൊ മൂന്നാമത് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് രാജ്യത്തെ ഒരു വിമാനം, അത് നിരവധി പാസഞ്ചേഴ്സ് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്.
ജനവാസ മേഖലയിലാണ് വിമാനം അപകടത്തിൽപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും വിമാനത്തിൽ ഉള്ളവർക്കും ആപത്തുണ്ടായി, ഒപ്പം ആ ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്ന നിരവധി പേർക്കും പരിക്കുകളും അപകടങ്ങളും ഒക്കെ സംഭവിച്ചിരിക്കാം. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു വരട്ടെ. ഇപ്പോൾ എല്ലാം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല, ഊഹങ്ങളാണ് കൂടുതലും. അതുകൊണ്ട് അതിലേക്കൊന്നും അല്ല ഞാൻ പോകുന്നത്. പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കഴിഞ്ഞ മാർച്ച് 11-ാം തീയതി ട്വിറ്റർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ x.com-ൽ അരവിന്ദ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു ട്വീറ്റ് ഞാൻ ഇവിടെ കാണിക്കുകയാണ്. ആ അരവിന്ദ് എന്ന് പറയുന്ന അക്കൗണ്ടിനെ കുറിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം കോൺസ്പിറസികളെ കുറിച്ച് സംസാരിക്കുന്ന ആളാണ്, നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരാളാണ്, അത് നടക്കുന്നതിന് വളരെ മുമ്പ് തന്നെ പറയുന്ന ഒരാളാണ് എന്ന് അദ്ദേഹത്തെ കുറിച്ച് തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. തന്നെ ആരും വിശ്വസിക്കണമെന്നില്ല, താൻ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാൾ മാത്രമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഏതാണ്ട് 111K ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. ധാരാളം പോസ്റ്റുകൾ, 15,000-ലധികം പോസ്റ്റുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഞാൻ യാദർശികവശാലാണ് കണ്ടത്. സംഭവം ഏതാണ്ട് മാർച്ച് 11-നാണ് അദ്ദേഹം ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നോ ഇപ്പൊ നടന്ന അപകടവുമായിട്ട് ഈ ഒരു അദ്ദേഹത്തിന്റെ പോസ്റ്റിന് എന്തെങ്കിലും പങ്കുണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇത് എവിടെയോ എന്തൊക്കെയോ നമുക്ക് ചില സംശയങ്ങൾ തോന്നിപ്പിക്കുന്ന പോസ്റ്റാണ്. അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ, ഖാലിസ്ഥാനി, മിഡിൽ ഈസ്റ്റ് താല്പര്യങ്ങൾ, തുർക്കി, ചൈനീസ്, പാശ്ചാത്യ വംശീയവാദികൾ തുടങ്ങിയവരുടെ ഇന്ത്യ വിരുദ്ധത അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധമായ ആ ഒരു ഇന്ത്യ വിരുദ്ധത കാണിക്കുന്ന ആളുകളുടെ ആഴത്തിലുള്ള ഒരു ശൃംഖല ഇന്ന് എയർ ഇന്ത്യയെ അട്ടിമറിക്കുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു സ്വാധീനത്തിൽ എയർ ഇന്ത്യ പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യയോട് അസഖ്യമായ വിദ്വേഷം പുലർത്തുന്നവരെയും ഇന്ത്യയുടെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെയും അന്താരാഷ്ട്ര തലത്തിൽ എയർ ഇന്ത്യ എന്ന് പറയുന്ന ഈ എയർലൈൻ മത്സരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു അവിശുദ്ധ ഇന്ത്യ വിരുദ്ധ ശൃംഖലയായിട്ട് അത് മാറിയിരിക്കുകയാണ്. എനിക്ക് 100% ഉറപ്പുണ്ട്. എയർ ഇന്ത്യയുടെ ടോയ്ലറ്റ് ക്ലാങ്ക് എമർജൻസി ലാൻഡിംഗ് വാർത്ത കാട്ടുതീ പോലെ ലോകമെമ്പാടും പ്രചരിച്ചു. പതിവ് പോലെ ഇന്ത്യക്കാർക്കെതിരെ വളരെ വംശീയവും സുഖകരവുമായ അഭിപ്രായങ്ങളോടെയാണ് അത് പ്രചരിച്ചത്. ഇത് എയർ ഇന്ത്യയുടെ മറ്റൊരു അട്ടിമറി പോലെയാണ്. ഇത് ഇന്ത്യയെ ബാധിക്കുന്നതാണ്. സ്വാഭാവികമായും നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കും നമ്മളും സാക്ഷിയാണ്. അപ്പൊ നമുക്ക് തോന്നും, ഒരു ചരക്ക് കപ്പൽ മുങ്ങിയ തൊട്ടടുത്ത ദിവസം തന്നെ എങ്ങനെയാണ് അടുത്ത ഒരു ചരക്ക് കപ്പൽ നിന്ന് കത്തുന്നത്? ഒരു ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ട് 272 ആളുകൾ കൊല്ലപ്പെട്ടതിന് ശേഷം അടുത്ത ഒരു ഫ്ലൈറ്റ് ഉയർന്നു കഴിഞ്ഞപ്പോഴാണത്തെ അതിനകത്ത് ഇന്ധനം കുറവാണ് എന്ന് മനസ്സിലാക്കി തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റ് ഇറക്കുന്നത്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എല്ലാം ഒരുപാട് ദുരൂഹതകളുണ്ട്, സംശയങ്ങൾ കാണിക്കുന്നത് തന്നെയാണ്. ഇപ്പം അരവിന്ദ് നൽകുന്ന സൂചനകളും ഇത് തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ശത്രുക്കളുണ്ട്. ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിനകത്തുള്ളതിനേക്കാൾ കൂടുതൽ രാജ്യവിരുദ്ധരായിട്ടുള്ള ശത്രുക്കൾ പുറത്തുണ്ടാകാനുള്ള സാധ്യതകൾ പോലും നമ്മൾ തള്ളിക്കളയണം. പാകിസ്ഥാനികൾക്ക് ഇന്ത്യയോട് അമർഷം തോന്നുന്നത് എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ അഫ്ഗാനികൾക്കോ പാകിസ്ഥാനികൾക്കോ ബംഗ്ലാദേശികൾക്കോ ഇന്ത്യയോട് തോന്നുന്നതിനേക്കാൾ വലിയ അമർഷം എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിനകത്തുള്ള തീവ്രവാദികൾക്ക് തോന്നുന്നത് എന്നതൊരു ചിന്തയാണ്. ഇപ്പൊ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം, തുർക്കിയാണെങ്കിലും ചൈനയാണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ഇവർക്കൊക്കെ ഇന്ത്യയുടെ വളർച്ചയിൽ, ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള സ്വയം പര്യാപ്തതയിൽ അമർഷമുണ്ട്. അതാണ് അവരെ കാണിച്ചു കൂട്ടുന്നതെല്ലാം. ഇത്തരം ഒരുപാട് മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കുമ്പോൾ ആ മുന്നറിയിപ്പുകളെ അവഗണിക്കുകയല്ല ചെയ്യേണ്ടത്. ആ മുന്നറിയിപ്പുകളെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. നന്ദി.